മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം സത്യസന്ധമാണ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അവിടുത്തെ വഹി അനുഭവം എന്ന് പറയുന്നത്. ഒരിക്കലും പുണ്യനബി പ്രതീക്ഷിച്ചിരുന്നില്ല വഹി. അള്ളാഹു ജിബ്രീലിലൂടെ തനിക്ക് വഹി നൽകുമെന്ന ഒരു മുന്നറിവും പുണ്യനബിക്ക് ഉണ്ടായിരുന്നില്ല. മക്കയിൽ പ്രത്യേകിച്ച് വേദക്കാർ വളരെ കുറവാണ്. ഭൂരിപക്ഷവും ബഹുദൈവ ആരാധകരാണ്. കുറഞ്ഞ ആളുകൾ ഹുനഫാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അവശേഷിക്കുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ കുറച്ച് പേരുണ്ട് എന്നല്ലാതെ പ്രവാചകത്വവാദം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത്ര പരിചിതമായ ഒന്നല്ല. അങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സ് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ വഹീൻ്റെ ആദ്യം സ്വപ്നങ്ങളിലൂടെയുള്ള ചില അറിയിപ്പുകളായിരുന്നു, ഇൽഹാമുകളായിരുന്നു. അങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. മക്കയിലെ ജനങ്ങൾ വഴിവിട്ട് ജീവിതം നയിക്കുന്നത് കാണുമ്പോൾ അവിടെ നിന്ന് വല്ലാതെ പ്രയാസത്തിലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹിറാ ഗുഹയിൽ, ജബൽ നൂർ എന്ന പ്രകാശ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ പുണ്യനബി ധ്യാനനിമഗ്നനായി ഇരിക്കുന്ന ഒരുപാട് രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. അവിടേക്ക് ഖദീജ ബീവിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു വേളയിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം ദൈവിക സന്ദേശവുമായി, ദിവ്യ വെളിപാടുമായി വരുന്നത്. അങ്ങനെ പ്രഥമ പഞ്ചസൂക്തം അവതരിച്ചു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, മുൻപ് നമ്മൾ അല്പം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വഹി വരുന്ന സമയത്തെ പുണ്യനബിയുടെ അനുഭവം എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രവാചകത്വത്തിൻ്റെ തെളിവാകുന്നത് എന്ന് നോക്കാം. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ വഹിയുമായി വന്നത് ജിബ്രീലാണ്, മുൻകാല പ്രവാചകന്മാർക്ക് ദൂതുമായി വന്ന അതേ മലക്കാണ് എന്ന് പുണ്യനബി അറിയുന്നത് വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്ത് നിന്നാണ്. പ്രവാചകത്വം ഈ വഹി ഇറങ്ങിയതിൻ്റെ ശേഷം ഇക്കാര്യം ഖദീജ ബീവി എന്ന പത്നിയോട് പറഞ്ഞപ്പോൾ പത്നി തൻ്റെ ബന്ധു കൂടിയായ വേദപണ്ഡിതൻ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് പുണ്യനബിയെ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് വറക്ക പറഞ്ഞിട്ടാണ് അറിയുന്നത് ഇത് മുൻകാല പ്രവാചകന്മാർക്ക് വഹിയുമായി വന്ന ആളാണ് എന്ന്. പിന്നീട് നബിയാണെന്ന ഔദ്യോഗിക പ്രഖ്യാപനം മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത്. ഒരിക്കലും അവിടെ നിന്ന് പ്രതീക്ഷിച്ചതല്ല എന്നർത്ഥം. പനിച്ചു വിറച്ചിട്ടാണ് പുണ്യനബി ഖദീജ ബീവിയുടെ അടുത്തേക്ക് വരുന്നത്. എങ്ങനെയാണ് ഒരാൾക്ക് പനിയും വിറയും അഭിനയിക്കാൻ കഴിയുക? കൃത്രിമമായി ഒരിക്കലും അഭിനയിക്കാൻ കഴിയാത്ത വികാരങ്ങളല്ലേ ഇത്. അവിടത്തേക്ക് വഹി വരുന്ന സന്ദർഭങ്ങൾക്ക് അനുയായികൾ സാക്ഷികളാണ്. അവർ നുണ പറയില്ല. കാരണം അവർ പോലും ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ചത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നാണ്. വഹി വരുന്ന സമയത്ത് പുണ്യനബിയിൽ ശാരീരികമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കൊടും ശൈത്യത്തിലും അവിടുത്തെ നെറ്റിത്തടം വിയർക്കുന്നു. ഇതിന് സഹധർമ്മിണിമാർ സാക്ഷികളാണ്. കൊടും ശൈത്യമായിരിക്കും, പക്ഷേ അവരുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്ത് വിയർപ്പ് കണങ്ങൾ വരുന്നു. കുറച്ച് കഴിയുമ്പോൾ നബി തങ്ങൾ പറയുന്നു, ജിബ്രീൽ ഇപ്പോൾ വന്നിരുന്നു, ഇന്ന ആയത്ത് അവതരിച്ചു എന്ന്. കൂടുതലും ആയിഷ ബീവിയുമായി ഉള്ള സമയത്താണ് രാത്രിയിൽ ആയത്തിറങ്ങുന്നത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നെറ്റിത്തടം വിയർക്കുന്ന, കൊടും ശൈത്യത്തിലും നെറ്റിത്തടം ഒരാൾക്ക് എങ്ങനെയാണ് കൃത്രിമമായി വിയർപ്പിക്കാൻ കഴിയുക? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്താണ് വഹി വരുന്നത് എങ്കിൽ അവിടുന്ന് ഭാരം വർദ്ധിക്കും. പുണ്യനബിയിൽ ശാരീരികമായ മാറ്റങ്ങളുണ്ടാകും. ഈ ഭാരം വർദ്ധിച്ച് ഒട്ടകം കാല് മുട്ടുകുത്തി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ചില സഹാബി, ഒരിക്കൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ട് മറ്റൊരു സഹാബിയുടെ കാലിൻ്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്താണ് വഹി ഇറങ്ങുന്നത്. ആ സഹാബി പറയുകയാണ്, എൻ്റെ കാല് പൊട്ടിപ്പോകുമോ, തുടയെല്ല് പൊട്ടിപ്പോകുമോ എന്ന് വരെ ഞാൻ ഭയന്നു. കാരണം പുണ്യനബിക്ക് വഹി വരുന്ന സമയത്ത് ഭാരം വർദ്ധിക്കുന്നുണ്ട്. ഇത്തരം കൃത്രിമമായി ഒരിക്കലും അനുകരിക്കാൻ കഴിയാത്ത ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ഇതൊരിക്കലും വ്യാജമായി പറയുന്നതല്ല എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ്. അതുപോലെ തന്നെ വഹി അപ്രതീക്ഷിതമായിരുന്നു. ഒരിക്കലും പുണ്യനബി ഹി വാസ് നോട്ട് എക്സ്പെക്റ്റിംഗ് പ്രൊഫറ്റ്ഹുഡ് എന്നുള്ളതും വളരെ പ്രധാനമായി അടിസ്ഥാനപരമായി നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അവിടുത്തെ പ്രവാചകത്വം ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ലെന്നും അവിടുത്തെ വഹി അനുഭവം കൃത്രിമമായി അനുകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്നും പ്രവാചകത്വത്തിൻ്റെ ഒരു തെളിവായി നമുക്ക് മനസ്സിലാക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ തെളിവുകളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് മുൻവേദങ്ങളിലെ സൂചനകൾ. അതേക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്ത് പറയാം. അതിനു മുൻപ് ഈ മുൻ വേദങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയ വേദക്കാരുടെ സ്ഥിരീകരണം എന്ന് പറയുന്നത്,
കലർപ്പില്ലാത്ത, മാറ്റത്തിരുത്തലുകൾ വന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇത്രയേറെ മാറ്റത്തിരുത്തലുകൾ വന്നിട്ടില്ലാത്ത വേദപാഠങ്ങൾ ഉൾക്കൊണ്ട ആളുകൾ അക്കാലത്തുണ്ടായിരുന്നു. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഒക്കെ അവരിൽ പെട്ടൊരു ഉദാഹരണമാണ്. അങ്ങനത്തെ ഒരു ന്യൂനപക്ഷം വന്നുണ്ടായിരുന്നു. അവരിലെ പ്രതിനിധിയാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. അങ്ങനെ വേദജ്ഞാനമുള്ള ആളുകൾ പുണ്യനബിയെ കാണുമ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട്. അത്തരം സൂചനകൾ നൽകുന്ന, ദിശാനിർണയം നൽകുന്ന അനേകം സംഭവങ്ങൾ പുണ്യനബിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഉൽ ബഖറയിലെ 146-ാം വചനത്തിൽ അത് ഗണ്യമായി പറയുകയും ചെയ്തു. ആയത്ത് ഇങ്ങനെയാണ്: അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. വേദം നൽകപ്പെട്ട ആളുകൾക്ക്, അല്ലദീന ആതൈനാഹുമുൽ കിതാബ, വേദം നൽകപ്പെട്ട ആളുകൾക്ക്, യഅരിഫൂനഹു, പുണ്യനബിയെ, ഇസ്ലാമിൻ്റെ സത്യതയെക്കുറിച്ച് അവർക്ക് തിരിച്ചറിവുണ്ട്. യഅരിഫൂന, അവർക്ക് തിരിച്ചറിവുണ്ട്. ഏതുപോലെ? കമാ യഅരിഫൂന അബ്നാഅഹും, അവർക്ക് അവരുടെ മക്കളെ തിരിച്ചറിയുന്നത് പോലെ അവർക്ക് അറിയാം. സ്വന്തം മക്കളെക്കുറിച്ച് അറിയുന്നത് പോലെ അവർക്ക് അറിയാം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന് വേദക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് പുണ്യനബിയെ ജൂതന്മാർക്ക് പ്രത്യേകിച്ചും അറിയാം, യഹൂദ മതവിശ്വാസികൾക്ക് പ്രത്യേകിച്ചും അറിയാം ഇത് പ്രവാചകനാകാൻ പോകുന്ന ആളാണ് എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് നബിയോട് ദേഷ്യമുണ്ടായത്? അവർക്ക് നബിയോട് ദേഷ്യമുണ്ടായത് ജൂതന്മാരിൽപ്പെട്ട ഒരാളല്ലല്ലോ മുഹമ്മദ് നബി എന്നതാണ്. ഇത്രകാലം പ്രവാചകത്വമൊക്കെ ബനു ഇസ്രായേൽ സന്തതികളിലാണ് വന്നത്. നമുക്കറിയാം 1.25 ലക്ഷം പ്രവാചകന്മാർ നിയോഗിതരായിട്ടുണ്ട്. അതിൽ 1 ലക്ഷത്തിലേറെ പ്രവാചകന്മാരും ഇസ്രായേൽ സന്തതികളിലാണ് നിയോഗിതരായിട്ടുള്ളത്. കൂടുതൽ പ്രവാചകന്മാർ നിയോഗിതരാകുക എന്ന് പറയുന്നത്, കൂടുതൽ മുന്നറിയിപ്പുകൾ നൽകപ്പെടുക എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്നതിലേക്ക് കൂടി സൂചന നൽകുന്നു. അറബികളിൽ വളരെ കുറഞ്ഞ പ്രവാചകരെ വന്നിട്ടുള്ളൂ. ഹൂദ് നബി, സ്വാലിഹ് നബി പോലെ ആദ്യകാല പ്രവാചകന്മാർ. പിന്നീട് ഇസ്മായിൽ നബി ആണല്ലോ ജുർഹൂം ഗോത്രം. ഇബ്രാഹിം നബി പോലും അറബിയല്ല, മറിച്ച് തൻ്റെ ഹാജർ ബീവി എന്ന പത്നിയെയും ഇസ്മായിൽ എന്ന കൊച്ചുമോനെയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം വിജനമായ മക്കയിൽ അധിവസിപ്പിച്ച് സങ്കടത്തോടുകൂടി തിരിഞ്ഞു പോകുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയാം. അങ്ങനെ ആ കുഞ്ഞുമോൻ ദാഹജലത്തിനായി കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം സംസം എന്ന ഇപ്പോഴും വറ്റാതെ തുടരുന്ന ആ ജലപ്രവാഹം ആരംഭിച്ച ചരിത്രവും നമുക്കറിയാം. അവിടേക്ക് ഈ ജലപ്രവാഹം കണ്ട് യാത്രക്കാരായി വന്ന ജുർഹൂം ഗോത്രം അവിടെ താമസിക്കുകയും അങ്ങനെ ഖദീജ ബീവിയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനും അത് വലിയൊരു സംരക്ഷണമാവുകയും ചെയ്തു. ഈ ജുർഹൂം ഗോത്രമാണ്, അവരിൽ നിന്നാണ് ഇസ്മായിൽ നബി അറബി പഠിക്കുന്നത്. അങ്ങനെ ഇസ്മായിൽ നബിക്ക് ശേഷം അറബികൾക്കിടയിൽ മറ്റൊരു പ്രവാചകനും വന്നിട്ടില്ല മുഹമ്മദ് നബി അല്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അറബികളിൽ പ്രവാചകർ വളരെ കുറവാണ്. ഇസ്രായേൽ സന്തതികളിലാണ് അധികം പ്രവാചകരും. എന്നാൽ അവസാനത്തെ പ്രവാചകരെ അവരും കാത്തിരിക്കുകയായിരുന്നു. അവസാനത്തെ പ്രവാചകൻ വരാനുള്ള സൂചനകൾ മുൻ പ്രവാചകന്മാരൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവരും കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അത് അറബി ആയതുകൊണ്ട്, അറബികളിൽപ്പെട്ട ആളായതുകൊണ്ട് അവരെന്തു ചെയ്തില്ല? ഈ പുണ്യനബിയുടെ പ്രവാചകത്വവാദത്തെ അവർ അംഗീകരിച്ചില്ല. അതുകൊണ്ടാണല്ലോ സത്യനിഷേധി എന്ന് പറയുന്നത്. സത്യം ബോധ്യമായി, പക്ഷേ മറ്റു കാരണങ്ങൾ, ഈഗോ മൂലം, അഹങ്കാരം മൂലം, അതുപോലെ ഗോത്രപ്പെരുമ മൂലമൊക്കെ സത്യം നിഷേധിക്കുന്നു. നമ്മൾ അബൂജഹലിൻ്റെ സംഭവം പറഞ്ഞു. അബൂജഹൽ പറയുന്നുണ്ട് മുഹമ്മദ് നബിയാണ്, എനിക്ക് അറിയാം. പക്ഷേ എല്ലാം ഖുറൈശികളിലെ മറ്റു കുടുംബങ്ങൾക്കൊന്നും കിട്ടാതെ എല്ലാ ബഹുമതികളും അബ്ദുൽ മനാഫിൻ്റെ കുടുംബത്തിന്, മുഹമ്മദിൻ്റെ കുടുംബത്തിന് മാത്രം കിട്ടുന്നത് എങ്ങനെ ശരിയാകും? അതുകൊണ്ടാണ് അത് ഞാൻ അംഗീകരിക്കാത്തത് എന്ന് സ്വകാര്യവേളയിൽ അബൂജഹൽ പറയുന്നത് നമ്മൾ മുൻപത്തെ ഒരു ഭാഗത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, വേദക്കാർക്ക് അറിയാം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന്. ഞാൻ പെട്ടെന്ന് ചില ഉദാഹരണങ്ങൾ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പ്രായത്തിൽ കച്ചവട യാത്രയ്ക്ക് പോകുന്നുണ്ടല്ലോ. തൻ്റെ മാതാവ് 6-ാം വയസ്സിൽ മരണപ്പെട്ടു. പിതാവ് ജനനത്തിന് മുമ്പേ മരണപ്പെട്ടു. മാതാവിൻ്റെ വിയോഗം 6-ാം വയസ്സിലുണ്ടായി. ശേഷം അബ്ദുൽ മുത്തലിബ് എന്ന പിതാമഹൻ്റെ സംരക്ഷണയിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 വർഷം ജീവിച്ചു. പക്ഷേ പിതാമഹനും മരണപ്പെട്ടു. ഇനി മൂത്താപ്പ അബൂ ത്വാലിബിൻ്റെ സംരക്ഷണയിലാണ് നബി തങ്ങളുള്ളത്. മൂത്താപ്പാക്കാണെങ്കിൽ ഒരുപാട് മക്കളുണ്ട്. വളരെ പ്രയാസപ്പെട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മൂത്താപ്പയെ സഹായിക്കാൻ വേണ്ടി പുണ്യനബി ചെറിയ പ്രായത്തിൽ തന്നെ 10-12 വയസ്സുള്ളപ്പോൾ തന്നെ കച്ചവട യാത്രയ്ക്ക് പോകുന്നുണ്ട്. ഷാമിലേക്ക്, സിറിയയിലേക്കുള്ള കച്ചവട യാത്ര. ആ പോകുന്ന സമയത്താണ് ബഹീറ എന്ന വേദപണ്ഡിതൻ പുണ്യനബിയെ കാണുന്നത്. ആ വേദപണ്ഡിതൻ ഉള്ള സ്ഥലത്തു കൂടിയാണ് ഈ സംഘം യാത്ര ചെയ്യുന്നത്. ആ സമയത്ത് വേദപണ്ഡിതൻ അബൂ താലിബിനോട് പറയുന്നുണ്ട്, ജൂതന്മാരുടെ കണ്ണിൽപ്പെടാതെ ഈ കുട്ടിയെ സൂക്ഷിക്കൊള്ളണം, ഇത് ഭാവിയിൽ പ്രവാചകനാകാൻ പോകുന്ന ആളാണ്. പിന്നീട് 2ാമത് കച്ചവടയാത്ര ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘത്തെ നയിച്ചുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 24-ാമത്തെ വയസ്സിൽ വിവാഹത്തിൻ്റെ തൊട്ട് മുൻപ് പോകുന്നുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ മറ്റു യാത്രകൾക്ക് പോകാത്തത് ജൂതന്മാർ കണ്ടാൽ വധിച്ചേക്കും എന്ന ബഹീറയുടെ വേദപണ്ഡിതൻ്റെ
ഒരു മുന്നറിയിപ്പുണ്ടല്ലോ, ആ മുന്നറിയിപ്പ് പ്രകാരമാണ് അബൂ താലിബ് ഭീകരമായ ദാരിദ്ര്യത്തിനിടയിലും കച്ചവടത്തിന് പോകാതെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നത്. അങ്ങനെ തീരെ പ്രയാസം നേരിട്ട സമയത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഞാൻ പോകാമെന്ന് പറയുകയും അങ്ങനെയാണ് ഖദീജ ബീവിയുടെ കച്ചവട സംഘത്തോടൊപ്പം പോകുന്നത്. അപ്പോഴും ഒരു വേദപണ്ഡിതനെ കാണുന്നുണ്ട്, അത് ബഹീർ തന്നെയാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. അവിടെ വെച്ചും സമാനമായ സംഭവങ്ങൾ, ഈ തിരിച്ചറിവിൻ്റെ സംഭവങ്ങൾ, പ്രവാചകനാണ് എന്ന് തിരിച്ചറിയുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് വർഖത്ത് ബിൻ നൗഫലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വർഖത്ത് ബിൻ നൗഫലും മനസ്സിലാക്കി ഇത് അന്ത്യപ്രവാചകൻ ആകാൻ സാധ്യതയുണ്ട്. ഈ നബിക്ക് പ്രവാചകത്വം സ്ഥിരപ്പെടുന്ന സമയത്തെങ്ങാനും ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ വിശ്വസിക്കുമായിരുന്നു എന്നും വർഖത്ത് ബിൻ നൗഫൽ പറയുന്നുണ്ട്. ഞാൻ പിന്തുണയ്ക്കുമായിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് തന്നെ വഫാത്താവുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് പിന്നെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു നമ്മൾ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം ആദ്യം ഒരു തീയാരാധകനായിരുന്നു. സത്യാന്വേഷണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സൽമാൻ ഫാരിസി. വർഷങ്ങളോളം നീണ്ട സത്യാന്വേഷണ സബരിക്കൊടുവിലാണ് ഇസ്ലാമിൻ്റെ സത്യതയ്ക്ക് മുൻപിൽ അദ്ദേഹം എത്തിച്ചേരുന്നത്. അങ്ങനെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു മജൂസിയായ തീയാരാധകനായ സൽമാൻ ഫാരിസി അത് തെറ്റാണെന്ന് ബോധ്യമായി ഏകദൈവ വിശ്വാസത്തെ അന്വേഷിച്ചു കൊണ്ടുപോയി. പിന്നീട് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് അദ്ദേഹം പോയി. അങ്ങനെ അദ്ദേഹം ധാരാളം യഥാർത്ഥ വേദപണ്ഡിതർ, ഈ വേദഗ്രന്ഥങ്ങളിൽ കടത്തിക്കൂട്ടിയതിനെ ഒഴിവാക്കുന്ന യഥാർത്ഥ വേദപണ്ഡിതർ ആയിട്ടുള്ള ആളുകളെ അദ്ദേഹം ഇങ്ങനെ സമീപിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു പ്രവാചകൻ വരാൻ പോകുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അത് അറേബ്യയിലാകാനാണ് സാധ്യത എന്ന് മനസ്സിലാവുകയും അങ്ങനെയാണ് അദ്ദേഹം അറേബ്യയിലേക്ക് വരുന്നത്. ആ യാത്രാമധ്യേ ഒരു കച്ചവട സംഘം വരികയും തനിക്ക് വഴി കാണിച്ചു തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ വഴി കാണിച്ചു തരാം, പകരം നീ ഞങ്ങളുടെ അടിമയാകണം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ അടിമയാക്കുന്നുണ്ട്. ആ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ലക്ഷണങ്ങളൊക്കെ വേദപണ്ഡിതരിൽ നിന്ന് മനസ്സിലാക്കി പുണ്യനബി പ്രവാചകത്വവാദവുമായി അറിയിപ്പുമായി വരുന്ന സമയത്ത് പുണ്യനബിയെ വീക്ഷിച്ചു. ഈ ലക്ഷണങ്ങളൊക്കെ പുണ്യനബിയിൽ കണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ സ്ഥിരീകരിച്ചു. എങ്ങനെയാണ് സൽമാൻ ഫാരിസിക്ക് റളിയല്ലാഹു അൻഹു ഈ ലക്ഷണങ്ങൾ മനസ്സിലായത്? ആദ്യം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കുറച്ച് ഈത്തപ്പഴം സ്വതക്ക നൽകി. പുണ്യനബി അത് സ്വീകരിച്ചു. എന്നിട്ട് അല്പം പോലും അതിൽ നിന്ന് ഭക്ഷിക്കാതെ എല്ലാം മറ്റുള്ളവർക്ക് വിരിച്ചു കൊടുത്തു. രണ്ടാമത് ഹദിയ കൊടുത്തു. ഹദിയ കൊടുത്തപ്പോൾ അതിൽ നിന്ന് അല്പം ഭക്ഷിക്കുകയും ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രവാചകന്മാർ സ്വതക്ക സ്വീകരിക്കില്ലെന്നും ഹദിയാണെങ്കിൽ അത് സ്വീകരിക്കുമെന്നും ഈ മുൻവേദങ്ങളിൽ നിന്നും ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി മൂന്നാമത് ഒരു തെളിവ് കൂടിയുണ്ട്. അത് അവിടുത്തെ ചുമലിൽ അന്ത്യപ്രവാചകത്വത്തിൻ്റെ ഖത്തമുൻ നബുവത്തിൻ്റെ ഒരു അടയാളമുണ്ട്. ആ അടയാളം കൂടി കണ്ടാൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന് ആ യാഥാർത്ഥ്യം കൂടുതൽ ഉറപ്പാക്കാൻ കഴിയും. അങ്ങനെ ഒരവസരത്തിൽ അതുകൂടി അദ്ദേഹം കാണുന്നു. പൊതുവിൽ ലജ്ജാശീലനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കാണുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അതുകൂടി കണ്ട് അങ്ങനെ മുൻ വേദങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവരൊക്കെ മനസ്സിലാക്കി അതിൽ സത്യാന്വേഷികളൊക്കെ വിശ്വസിച്ചു. നിഷേധികളായ ആളുകൾ, അധികാരികളായ ആളുകൾ നിഷേധിക്കുകയും ചെയ്തു എന്ന് മാത്രം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ജൂത വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ധാരാളം ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. ഖൈബറിൽ അവർ വിഷം കലർത്തിയ ഭക്ഷണം റസൂലുള്ളാഹിക്ക് കൊടുത്തു. അത് അല്പം പുണ്യനബി കഴിച്ചു. ആ വിഷം ആണ് പിന്നീട് അവിടുത്തെ മരണകാരണത്തിൻ്റെ പനിയായി മാറിയത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അറിയിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അവിടുത്തെ പ്രവാചകത്വത്തെ മുൻവേദങ്ങളിൽ നിന്നുള്ള സൂചനകളിലൂടെ മനസ്സിലാക്കിയ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നത് മുൻവേദങ്ങളിൽ ഈ പുണ്യനബിയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണ്. എന്നാൽ ഇന്നത്തെ വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളുടെ കൂട്ടിച്ചേർക്കലുകളും വെട്ടിമാറ്റലുകളും സംഭവിച്ച ഇന്നത്തെ പതിപ്പുകളിൽ അത് കൃത്യമായി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാലും ഉണ്ട്. അത് നമ്മൾ അടുത്ത ഭാഗത്ത് വിശദീകരിക്കും.